അപ്പോൾ വെൽക്കം എക്സ്പ്ലോറേഴ്സ്. ഈ വീഡിയോയിൽ ഓമഹ നെബ്രാസ്കയെ കുറിച്ച് തന്നെയാണ്. ആകെ ഞങ്ങൾ 2 ദിവസത്തേക്കാണ് നെബ്രാസ്കയിൽ പോയത്. അതിൽ 2 ദിവസവും സൂ ഒക്കെ തന്നെ കാണാനായിട്ട് എടുത്തു. പിന്നെ അവിടെ എന്ത് നല്ല കാര്യമാണ് കാണിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെബ്രാസ്കൻ ഫുഡാണ്, ബാർബിക്യൂ. ഓക്കെ, അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ ബാർബിക്യൂവിൽ പിടിച്ചു. ബാർബിക്യൂ തുടങ്ങി. ആദ്യത്തെ ദിവസം പോർക്കി ബട്ട്സ് ബാർബിക്യൂ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബാർബിക്യൂ സ്പോട്ടിൽ ചെന്നു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ മറ്റ് സ്മോക്കി ജെ ബാർബിക്യൂസ്, നെബ്രാസ്കയുടെ തനതായ ബ്ലാക്ക് സ്റ്റോൺ, റൂബൻ, റൺസ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തു. താല്പര്യമുള്ളവർക്ക്, പിന്നെ ഫുഡ് ആർക്കാ താല്പര്യമില്ലാത്ത ഇന്ന് കാണും മനുഷ്യരെ. ഓക്കെ, വെൽക്കം ടു എക്സ്പ്ലോർ എക്സ്ട്രീംസ്. അപ്പോൾ തുടങ്ങാം. ബാർബിക്യൂ പ്ലാറ്റർ മേടിക്കാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു പോപ്പുലർ കടയിൽ വന്നിരിക്കുകയാണ്. കടയുടെ പേരാണ് പോർക്കി ബട്ട്സ് ബാർബിക്യൂ, ഓമഹ, നെബ്രാസ്ക. ഓൾറെഡി നല്ല തിരക്കാണെന്ന് തോന്നുന്നു. സംഭവബഹുലമായ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളോട് ലൈനിൽ ക്യൂവിൽ നിൽക്കണം എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഫുൾ ഓർഡർ വന്നിരിക്കുകയാണ്. മൊത്തം ടോട്ടൽ പ്രൈസ് 36. ഒരു കൊക്കക്കോളയും കൂടെ കൂട്ടി. അപ്പം സുഹൃത്തുക്കളെ, ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് അത് എൻ്റെ ഒരു വീക്ക്നെസ്. അതായത് ഇറച്ചി നല്ല സ്ലോ കുക്ക് ചെയ്ത് നല്ല 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 വെണ്ണ പോലെ ആക്കി, അത് നമ്മുടെ ഓമഹ സ്റ്റൈലിൽ പോർക്കി ബട്ട്സ് ബാർബിക്യൂ എന്ന് പറഞ്ഞ സ്ഥലം ഓമഹയിൽ ഞങ്ങൾ വന്ന് ഹൈലി റേറ്റഡ് ആണ്. അവരുടെ ഒരു ഫാമിലി പ്ലാറ്റർ. അത് ഇറ്റ് കംസ് വിത്ത് പോർക്ക് റിബ്സ്, ഹാഫ് റാക്ക് റിബ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ 1/3 പൗണ്ടിന്റെ 2 മീറ്റ് പോർഷൻസ് പറയാം. ഞങ്ങൾ പറഞ്ഞത് ബീഫ് ബ്രിസ്ക്കറ്റ്, ടെൻഡർ, അതുപോലെ സ്മോക്ഡ് സോസേജ്, 2 മീറ്റ് ഐറ്റംസ് പറഞ്ഞു. പിന്നെ സൈഡ് 2 പറയാം, ഫ്രൈസും ജസ്റ്റ് മാക്ക് ആൻഡ് ചീസ്, അങ്ങനെ 2 സൈഡും പറഞ്ഞു. ബാർബിക്യൂ സോസ് എല്ലാം കൊണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ബർബൺ. ഇവനങ്ങ് ബർബൺ അങ്ങ് ചെല്ലുമ്പം അങ്ങ് കത്തും. അങ്ങനെ കത്തുമ്പം നല്ല ആദ്യമേ എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ട സാധനം എന്താ, ഇവനാണ് ടെൻഡർ ബ്രിസ്ക്കറ്റ്. ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ കുക്ക്ഡ് ബീഫാണ്. പറഞ്ഞല്ലേ, ടെൻഡർ, സൂപ്പർബ്. ചോറിനും കൂടെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ അത് തന്നെ കഴിച്ചോണ്ടിരിക്കാതെ ആദ്യമേ നമ്മുടെ നല്ലൊരു റിബ് എടുക്കട്ടെ. ബേബി ബാക്ക് റിബ്സ്, പോർക്ക് റിബ്സ്, ഫോൾ ഓഫ് ദ ബോൺസ്. ആക്ച്വലി ദിസ് ഈസ് മോർ ബെറ്റർ. കുക്ക്ഡ്, വെൽ കുക്ക്ഡ് ആണ്, കറക്റ്റ്. ദിസ് ഈസ് ഈവൻ ബെറ്റർ. ഒരു ബൈറ്റോട്ട് എടുക്കാതെ പറ്റിയില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് റിബ്സ് ഐ ഹവ് ഹാഡ് ഇൻ മൈ ലൈഫ്. ഓമഹായിൽ വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യരുത് സുഹൃത്തുക്കളെ. വൺ ഓഫ് ദ ബെസ്റ്റ് റിബ്സ് ഐ എവർ ഹാഡ്. ഇനി നമ്മുടെ 3rd മീറ്റ് ആയ സോസേജ്, ജസ്റ്റ് ഫോർ ദ നെയിം. ബാർബിക്യൂ അടിക്കുമ്പോൾ സോസേജ് ഒരു മസ്റ്റ് ആണല്ലോ. ഇത് കണ്ടില്ലേ, പോരില്ല. അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. സ്മോക്കി സോസേജ്. ഗുഡ് സോസേജ്. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു പോർക്കി ബട്ട്സ് ബാർബിക്യൂ ഇൻ ഓമഹ, നെബ്രാസ്ക. If you can come here, definitely try family platter. Don't miss this one. ഇത് കമ്പൽസറി ആയിട്ട് വരും. I highly recommend brisket and fall off the bones. Folly. You.
ഫോളോ ചെയ്തില്ല. പ്രൈസ് എന്നെ കാണുന്നില്ല. പ്രൈസും കിട്ടാ. ഞാനാ കൊച്ചു കഴിക്കാനോ? whatever you want, try. ഇനി നമ്മൾ ഇങ്ങോട്ട് എന്നാ വരുന്നത്, ഇനി വരുമോന്ന് പോലും അറിയാൻ പറ്റില്ല. കൊച്ച് അയ്യോ കഴിക്കാൻ പറ്റുന്നില്ല, കടിച്ചെടുക്കും. ബൈറ്റ്. നെബ്രാസ്കയിലെ തനത റൺസ റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ട്. അവർക്കൊരു ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ അത് ഈ ഭാഗങ്ങളിൽ, അമേരിക്കയുടെ ഈ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ റൺസ എന്ന് തന്നെയാണ് ഫുഡിൻ്റെ പേര്. അതൊരു ടൈപ്പ് സാൻഡ്വിച്ച് പോലെയുള്ള ഒരു സംഭവമാണ്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് കോളിസ്ലോയോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ വെച്ച് കുറച്ച് മീറ്റൊക്കെ വെച്ച് ഉള്ള ഒരു പ്രത്യേക ടൈപ്പ് സാൻഡ്വിച്ചാണ്. അത് ഇവിടെയേ കിട്ടുള്ളൂ. ഇതാണ് അവരുടെ ലോഗോ, ഹോം മെയ്ഡ് ഫ്രഷ് റൺസ. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞ് സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് അല്പം നേരം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റൺസ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ പേരും റൺസ എന്ന് തന്നെയാണ് ഫുഡിൻ്റെ പേരും. ഈ കാണുന്നതൊക്കെയാണ് ഇവരുടെ മെനു. ഹലോ, അപ്പോൾ ഓർഡർ വന്നിരിക്കുകയാണ്. മൊത്തം ഇതാണ് ബില്ല്, $28. ഇത് ചില്ലി സ്റ്റേക്ക് റൺസ, ഇത് ഒറിജിനൽ റൺസ, ഇത് ഫ്രൈസ്, ഇത് ഓണിയൻ റിങ്സ്, അതായത് ഫ്രിങ്സ് എന്ന് പറഞ്ഞാൽ മതി, രണ്ടും കിട്ടും. ഒരു ഫ്രിങ്സ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ഓണിയൻ റിങ്സും ഫ്രൈസും ഒരുമിച്ചുള്ള ഒരു കോംബോ ആണ്. എങ്ങനെയുണ്ട് ഫിലി? നീ ഏതാ ഒറിജിനൽ ആണോ എടുത്തത്? ഇത് ആക്ച്വലി ഫിലി ചീസ് സ്റ്റേക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഫിലി ചീസ് സ്റ്റേക്ക് പോലെ തന്നെ ഉണ്ട്, പക്ഷേ ബണ്ണ് വേറെയാണ്. ഈ ബണ്ണ് ഭയങ്കര സോഫ്റ്റാണ്. കൊള്ളാം, സാധനം കൊള്ളാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ റൺസ് കേട്ടോ. ഇതാണ് നമ്മുടെ നെബ്രാസ്ക ഒമാഹയിൽ വന്നാൽ കഴിക്കേണ്ട ട്രഡീഷണൽ ഫുഡ്. അപ്പം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഇവിടെ നിന്ന് തുടങ്ങണം എന്നറിയാൻ പറ്റില്ല, രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കണം. ഇത് നല്ലൊരു ഇതും നല്ലതാണ്. അതായത് മിൻസ്ഡ് മീറ്റ് ഉണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് സംഭവം. ഇത് കഴിച്ചാലേ പറയാൻ പറ്റും. ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. ഇച്ചിരി മുമ്പ് കഴിച്ച ഫിലി ചീസ് സ്റ്റേക്ക് റൺസയില്ല, അതിലെ മീറ്റ് അല്ല ഇത്. അതുപോലെ ഉണ്ട്, ഇത് ഇച്ചിരി ലെസ് ചീസ് ചെയ്യാം, ഇച്ചിരി ട്രഡീഷണൽ ലൈക്ക് ഓണിയൻ റിംഗ്. അതായത് റൺസ ഫ്രിങ്സ് എന്നാണ് ഇത് പറയുന്നത്. ഫ്രൈസും ഓണിയൻ റിങ്സും ഇവിടുത്തുകാർ എങ്ങനെയാണ് കഴിക്കുന്നത്? രണ്ടും ഒറ്റ മീലിൽ തന്നെ വരും. നല്ല ക്രിസ്പി ഓണിയൻ റിങ്സ്. അതായത് സാധാ ഓണിയൻ റിങ്സ് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്, അതിൻ്റെ ഒരു ×2 ക്രിസ്പി സാധനം. സോറി, ഫ്രൈസും കൂടെ ഒന്ന് കഴിച്ചേക്കാം. ക്രിങ്കിൾ കട്ട് ഫ്രൈസാണ്. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ഇവരുടെ സ്റ്റാൻഡേർഡാണ്. നോ കംപ്ലൈൻറ്റ്സ്, നല്ല സാധനം. വൈകിട്ട് ഈവനിങ്ങിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ബോബ് കെറി പെഡസ്ട്രിയൻ ബ്രിഡ്ജിലാണ്. ലൈറ്റഡ് ആയിട്ട് അവിടെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് ഓമഹ നെബ്രാസ്കയിലെ ഒരു അത്യാവശ്യം നല്ലൊരു അട്രാക്ഷനാണ്. ഒരു വാക്കബിൾ ബ്രിഡ്ജാണ്. രാത്രിയിൽ അത് ഫുള്ള് ലൈറ്റപ്പ് ആവും. ഈ കാണുന്നതാണ് നമ്മുടെ മിസൗറി റിവർ. മിസൗറി റിവറിൻ്റെ മേളിലാണ് ഈ ബ്രിഡ്ജ്, ബോബ് കെറി പെഡസ്ട്രിയൻ ബ്രിഡ്ജ് നിൽക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൻ്റെ ഒക്കെ വളരെ ഭാഗമായിരുന്ന ഒരു റിവറാണ് ഈ മിസൗറി റിവർ. നമ്മളിത് റെവനൻ്റ് എന്നൊക്കെ പറഞ്ഞ ലിയോനാർഡോ ഡിക്കാപ്രിയോ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ട് എങ്ങനെയാണ് ഇവർ തോൽ കച്ചവടം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്, കാടുകളിൽ കൂടെയൊക്കെ ഇവരെല്ലാം ഈ റിവറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നല്ല ഹിസ്റ്റോറിക്കൽ ഒരു ഇതാണ്, സംഭവമാണ്. അത് നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. ഓമഹ നെബ്രാസ്കയിലെ ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് രാത്രിയാണ്. നാളെ രാവിലെ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇവിടുത്തെ മേജർ ഫുഡുകളിലെ ബ്ലാക്ക് സ്റ്റോൺ റൂബൻ ട്രൈ ചെയ്യാനായിട്ട് ക്രസൻറ്റ് മൂൺ എന്ന റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്.
ക്രസൻറ്റ് മൂൺ ഇവിടുത്തെ സിറ്റി സെൻറ്ററിലെ തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് വർഷത്തിൽ നവംബറിൽ ആദ്യ ആഴ്ചയാണ് തോന്നുന്നു ഒരാഴ്ചത്തേക്ക് റൂബൻ ഫെസ്റ്റ്, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ് ഒക്കെ പോലെ റൂബൻ ഫെസ്റ്റ് വർഷത്തിൽ ഒരാഴ്ച നടത്തുന്നതാണ്. അവിടെ പല ടൈപ്പ് റൂബൻ സാൻഡ്വിച്ചസിൻ്റെ പല വകഭേദങ്ങൾ അവർ കണ്ടുപിടിക്കും, ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കും. ബട്ട് എനിവേ അതിൽ ഏറ്റവും പോപ്പുലർ വകഭേദമാണ് നെബ്രാസ്കൻ ബ്ലാക്ക് സ്റ്റോൺ റൂബൻ ഫ്രം ക്രസൻറ്റ് മൂൺ. ലെറ്റ്സ് ഗെറ്റ് ദാറ്റ്. അപ്പം നമ്മുടെ ബ്ലാക്ക് സ്റ്റോൺ റൂബൻ കിട്ടിയിരിക്കുകയാണ്. ഇനി തീർന്നിട്ടില്ല. ഇനി നമ്മൾ ബേൺ ടിപ്പ് എന്ന് പറഞ്ഞ ഇന്നലെ ബാർബിക്യൂ ഐറ്റംസിൽ ഇവിടുത്തെ ഒരു പോപ്പുലർ ഐറ്റം ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്മോക്കി ചേസ് ബാർബിക്യൂവിൽ പോയിട്ട് ബേൺ ടിപ്സ്, അതായത് ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ സ്ലോ കുക്ക്ഡ് ബ്രിസ്ക്കറ്റിൻ്റെ ബേൺ ടെൻസ് എല്ലാം കൂടി ഇവർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. അത് ഭയങ്കര കാരമലൈസ്ഡ് ടെൻഡർ ഫ്ലേവറാണ്, അത് ട്രൈ ചെയ്യേണ്ട സംഭവമാണെന്ന് ഇന്നൊരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇന്ന് പോയിട്ട് ഒരല്പം ബേൺ ടിപ്പും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഹാഫ് പൗണ്ടേ ഉള്ളൂ ഓർഡർ ചെയ്തുള്ളൂ, അധികം കഴിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് സ്മോക്കിംഗ് ജെയ്സ് ബാർബിക്യൂ. ഇന്നലെ പോർക്കി ബട്ട്സ് ബാർബിക്യൂ ആയിരുന്നു, അത് ഇച്ചിരി ഹൈ പ്രൊഫൈൽ ബാർബിക്യൂ ആയിരുന്നെങ്കിൽ ഇത് ഇച്ചിരി ട്രഡീഷണൽ ബാർബിക്യൂ ആണ്. പണ്ട് കാലം മുതലുള്ള ഒരു പാവപ്പെട്ട ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുഖ്യം. അപ്പോൾ അകത്ത് കയറാം. ഓർഡർ റെഡിയാണെന്നവർ ഓൾറെഡി മെസ്സേജ് അയച്ചായിരുന്നു. സോ ഈ മെനുവിൽ അവരുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺ ടിപ്സ്. Which is the most popular item here? Which plate? Yeah, which plate sells most in the barbecue with you? I want to say like the brisket. അപ്പോൾ ക്വിക്കായിട്ട് ഞാനിവിടെ കയറി ഓർഡർ ചെയ്ത് സാധനം വന്നു, ബേൺ ടിപ്സ് വന്നു. അതിനൊരു ചെറിയ ബോക്സാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ മറ്റൊരു ബ്രിസ്ക്കറ്റ് മറ്റ് ബാർബിക്യൂ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പിൾ ഒരു വലിയ വിലയില്ലാതെ തരാമോന്ന്. ഞങ്ങൾ വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, ഇന്ന് ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുൾഡ് പോർക്കും അല്പം ബ്രിസ്ക്കറ്റ് കൂടെ എടുക്കാം, ഏകദേശം ഒരു $9 ഒരു ചെറിയ സാമ്പിൾ പോലെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതൊരു 5 മിനിറ്റ് കൊണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ നല്ലൊരു റിവ്യൂ ആവും, ഇവരുടെ ഫുഡ് എങ്ങനെയുണ്ട്, ഇന്നലത്തെ പോർക്കി ബട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയുകയും ചെയ്യാം. സോ അപ്പോൾ ഇന്നും കുറച്ച് ബാർബിക്യൂ കഴിച്ച് എൻജോയ് ചെയ്ത് ഓമഹായിലോ നെബ്രാസ്കയിലുള്ള 2 ദിവസം ശരിക്കും ഫുഡ് അടിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു. I just want to check and make sure it's okay with you. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ ഹയാത്ത് പ്ലേസ് ഓൾഡ് ടൗണിലാണ്, ഓമഹ നെബ്രാസ്കയിൽ ഓമഹ സിറ്റിയിൽ. അപ്പോൾ ഇവിടെ ഓൾഡ് ടൗണിൽ ഇവിടുത്തെ ഏറ്റവും നല്ല ബ്രൂവറി നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ മുമ്പിലാണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പം പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ബിയറാക്കിയേക്കാം, ഇന്നലെ ബർബണൊക്കെ അടിച്ചല്ലേ. അപ്പം ഓമഹ നെബ്രാസ്കയിലെ ഏറ്റവും ബെസ്റ്റ് ബ്രൂവറി ആയിട്ട് അറിയപ്പെടുന്നത് ബ്രിക്വേ ബ്രൂവിങ് കമ്പനിയാണ്. ഇവിടെ ഡിസ്റ്റിലറിയും കൂടെയാണ്, ബ്രിക്വേ ബ്രൂവറി ആൻഡ് ഡിസ്റ്റിലറി. അപ്പോൾ ബ്രൂവറി എന്ന് പറഞ്ഞാൽ ബിയർ ഉണ്ടാക്കുന്നത്, ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ മദ്യം വാറ്റ്, അതായത് ഇവിടുത്തെ ഒഫീഷ്യൽ ഡിസ്റ്റിലേഷൻ നടക്കുന്ന, ഇവർക്ക് മദ്യവും ഉണ്ട് ബിയറും ഉണ്ട്. ബ്രിക്വേ ബ്രൂവിങ്ങിൻ്റെ അകത്ത് ഉള്ള റെസ്റ്റോറൻ്റാണിത്. അപ്പം ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവർക്കൊരു ഓഫറുണ്ട്, മിക്സ് ആൻഡ് മാച്ച് ബിയർ ഫോർ $10, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് $4 ആവും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ 6 എണ്ണം മേടിക്കണം. അപ്പോൾ ഇവരുടെ എല്ലാത്തിൻ്റെ ഓരോന്ന് വെച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. So this lady, she gave me 6 samples and I'm already I'm Shay. okay. From Brickway. Yeah. I just want you to get something that you like. So നമ്മുടെ ഇതിനകത്തുള്ള 6 ഡിഫറെൻറ്റ് ടൈപ്സ് ബിയർ എനിക്ക് $10 എടുക്കാം. അപ്പം പുള്ളിക്കാരി എനിക്ക് തന്നതാണ് ഈ കാണുന്ന 6 സാമ്പിൾ. ഈ 6 സാമ്പിൾ 1 2 3 4 5 6 6 സാമ്പിൾ ഓരോന്ന് സാമ്പിൾ ചെയ്തിട്ട് തന്നെ ഞാൻ ഫിറ്റായി. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്തു, 6 കോപ്പി സെലക്ട് ചെയ്തു. അതിൻ്റെ
ഇത് പുള്ളിക്കാരി $10 ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അടിപൊളി, ഇന്നത്തേക്കുള്ളതായി. ഇതാണ് നമ്മുടെ ബ്രിക്ക് വേ ബ്രൂവിങ് കമ്പനി. ഞാനിപ്പോൾ ബിയർ മേടിച്ച സ്ഥലം. അവിടുന്ന് ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ഓമഹയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രൂവറി. അവരുടെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 6 ബിയർ മേടിച്ചു കഴിഞ്ഞാൽ 6 ക്യാൻസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ $10 കിട്ടും, അല്ലെ ഒരു ക്യാനിന് $4. അപ്പം മേക്ക് സെൻസ്, 6 മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെനിക്ക് ഫ്രീ സാമ്പിൾ തന്നു. 6 ഡിഫറെൻറ്റ് ബിയർ എന്നെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിൽ 2 ഇഷ്ടപ്പെട്ടില്ല, 4 ഇഷ്ടപ്പെട്ടു. ആ 4 എടുത്തു. ആ 4 2 എനിക്ക് 2 വെച്ചെടുത്തു. അങ്ങനെ മൊത്തം 6 ബട്ട് എനിവേ, അപ്പോൾ നമുക്കിപ്പം ഓമഹ സ്റ്റൈല് ജ്യൂസി IPA ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ ബിയറുകളുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാർബിക്യൂ ടേസ്റ്റിങ്ങിൽ നിന്ന് തുടങ്ങാം. ആദ്യമേ നമ്മുടെ ലോക്കൽ ബ്രൂവറിയിലെ ബിയർ അല്പം എടുത്ത് കഴിക്കുന്നു. ഒരു ലോക്കൽ ബ്രൂവറിയിലെ ബിയറിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ ഉണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് നമ്മുടെ ബാർബിക്യൂ ഇന്നലത്തേതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ബാർബിക്യൂ സോസ്. അതായത് ഉദാഹരണത്തിന് കാണിക്കാം. ഇതാണ് ബ്രിസ്ക്കറ്റ്. ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ കുക്ക്ഡ് ബീഫ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ബേൺഡ് എൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല പീസ് ബ്രിസ്ക്കറ്റിന് എടുത്തിട്ട് അതിൻ്റെ സ്ലോ കുക്ക് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേൺഡ് എൻസ്, അതിൻ്റെ സൈഡുകളും എൻഡുകളും എല്ലാം ക്രിസ്പി ആവുന്ന കാരമലൈസ്ഡ് പീസസിനെ അവർ കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി വേറെ തരുന്നതാണ്. പിന്നെ അവർ തന്നതെന്ന് പറഞ്ഞാൽ പുൾഡ് പോർക്ക് എന്ന് പറയും. അതായത് പോർക്ക് നല്ല സ്ലോ കുക്ക് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ പറിച്ച് സാൻഡ്വിച്ചിനൊക്കെ ഇടാനായിട്ടുള്ള ഒരു മീറ്റാണ് പുൾഡ് പോർക്ക് എന്ന് പറയും. നല്ല മീറ്റാണ്. അത് ഇങ്ങനെയാണ് സാൻഡ്വിച്ചിനൊക്കെ ഇടുന്നത്. അതും ബാർബിക്യൂവിൻ്റെ ഭാഗമാണ്. നല്ല സ്ലോ കുക്ക് ചെയ്ത് ബാർബിക്യൂ ആക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ബാർബിക്യൂ സോസ് അവർ വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്മോക്കി ജെയ്സ് ബാർബിക്യൂ ഇൻ ഓമഹ. ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. പുൾഡ് പോർക്ക്. കൊള്ളാം. എന്തോ സാധനം നല്ലതാണെന്നറിയാം. പക്ഷേ എനിക്കെന്തോ ഇത് പോർക്കിൻ്റെ എനിക്ക് പോർക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം റിബ്സാണ്. അത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചിട്ടില്ല. ഇത് നല്ല ട്രൈ ചെയ്തായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഗുഡ്. ഡെഫിനറ്റ്ലി ബേൺ ടിപ്സ് ബീഫാണ്. എല്ലല്ല, പക്ഷെ കടിച്ചിട്ട് അങ്ങ് കിട്ടുന്നില്ല. വേറൊരു പീസ് എടുക്കാം. എല്ലല്ല, അതിനെന്നാ പറയുന്നത്, ഒരു കാരമലൈസ്ഡ് ആണ്. നല്ല ടേസ്റ്റാണ്. മധുരമുണ്ട് ചെറുതായിട്ട്. ടെൻഡറാണ്. നമ്മളെ മെയിൻ ഐറ്റം ബാർബിക്യൂവിൻ്റെ കിങ് റിബ്സും ബ്രിസ്ക്കറ്റുമാണ്. അതാണ് ബാർബിക്യൂ. ബീഫ് ബ്രിസ്ക്കറ്റും പോർക്ക് റിബ്സും. അത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതിനാണ് ബാർബിക്യൂ തുടങ്ങിയത്. അതാണ് കല. നമുക്ക് ബ്രിസ്ക്കറ്റ് എടുക്കാം. സാധനം തിരക്കില്ല. പക്ഷെ ഇന്ന് കഴിക്കുന്നത് സ്മോക്കി ജെയ്സ് ബാർബിക്യൂ ഓമഹ നെബ്രാസ്ക. അതുപോലെ ഇന്നലെ കഴിച്ചത് പോർക്കി ബട്ട്സ് ബാർബിക്യൂ. അവരുടെ ബ്രിസ്ക്കറ്റ് ആയിരുന്നു ഇച്ചിരി ബെറ്റർ. ഇത് പക്ഷേ നമുക്കവർ വലിയ വിലയൊന്നും ഇല്ലാതെ ഞാൻ ജസ്റ്റ് അവിടെ ചെന്ന് ഓൺ ഡിമാൻഡിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അവർ റെഡി കുക്ക് ചെയ്ത് തന്നതല്ല, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന ഇറച്ചി തന്നതാണ്. ഇച്ചിരി ഡ്രൈനെസ് ഉണ്ട്, അതായത് ഇച്ചിരി ഉണങ്ങിപ്പോയ പോലെയാണ്. എന്നാലും ടേസ്റ്റ് ഉണ്ട്. ബട്ട് ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ഇറ്റ്. ഇന്നലെ കഴിച്ചാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്.
അടുത്തതായി ബ്ലാക്ക് സ്റ്റോൺ റൂബൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ബീഫിൻ്റെ ആണ്. പക്ഷേ അതിൻ്റെ എന്താ പറയുന്നത് സ്ലോ കുക്ക്ഡ് ഒരു റെഡ് മീറ്റ് ആണ് ബീഫിൻ്റെ, മസാലയൊന്നും ഇല്ലാത്ത ടൈപ്പ്. ഇത് റൂബൻ സാൻഡ്വിച്ച് ഇത് ഇതുപോലെ ഇരിക്കും, പക്ഷെ നല്ല വെന്ത സാധനമാണ്. ഇത് പോപ്പുലറാണ് ഇവിടെ യൂറോപ്പിൽ US-ലൊക്കെ എവിടെ പോയാലും പോപ്പുലറാണ്. റൂബൻ വലിയ സംഭവമൊന്നുമല്ല, അത് നമുക്ക് എവിടെ ചെന്നാലും കിട്ടും. പക്ഷേ അതിൻ്റെ ബ്ലാക്ക് സ്റ്റോൺ റൂബൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയ ആ റെസ്റ്റോറൻറ്റിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അവരൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇതും കൂടെ ട്രൈ ചെയ്യാനായിട്ട് ഉള്ള പ്ലാനാണ്. ഇതുപോലെ ഇരിക്കും. ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കുകയാണ്. നെബ്രാസ്കയുടെ സ്വന്തം ബ്ലാക്ക് സ്റ്റോൺ റൂബൻ. ഇതെങ്ങനെയാ പറയുന്നത്, ഞാൻ റൂബൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുള്ളവരിൽ ഞാൻ വലിയ ഫാനൊന്നുമല്ല റൂബൻ സാൻഡ്വിച്ചിൻ്റെ. കഴിച്ചിട്ടുള്ള റൂബൻ സാൻഡ്വിച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇറ്റ്സ് ഗുഡ്. ഇത് കരിവാളിച്ചിരിക്കുന്ന പോലെ തോന്നും, കരിഞ്ഞല്ല ഇതിരിക്കുന്നത്. അത് നല്ല ക്രിസ്പിയാണ്. മീറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ബ്രെഡാണ്. നല്ല കറുത്ത ബ്രെഡ് ഇരിക്കുന്നത്. എനിക്കൊന്ന് ബട്ടർ ഇട്ട് നല്ലപോലെ ഇതാക്കി തോന്നുന്നു. മീറ്റ് ഇത് ഇതുപോലെ ഇരിക്കും, വെന്ത മീറ്റാണ്. ഇതാണ് റൂബൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇതറിയാം. നല്ല പ്യുവർ മസാലയൊന്നുമില്ല, അല്പം പൊളി വരും. കോളിസ്ലോ എന്ന് പറയുന്ന സാധനം. ഗുഡ് ടു ട്രൈ. ഓമഹായിൽ വന്നാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഓമഹ നെബ്രാസ്ക വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്തൊക്കെ എക്സ്പ്ലോർ എക്സ്ട്രീംസ് എന്നൊക്കെ ചാനലിന് പേരൊക്കെ ഇട്ട് വാചകങ്ങളൊക്കെ അടിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നത് പ്രാക്ടിക്കൽ അല്ല, എത്താൻ സാധിക്കില്ല. കാരണം ചില സ്ഥലങ്ങളെങ്കിലും നമുക്ക് ലൈഫിൽ മിസ്സാവും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ പോയവരുടെ വീഡിയോസ് കണ്ട് ഞാൻ ആ സ്ഥലത്ത് പോയതുപോലെ എനിക്ക് പകുതിയെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോകാം. അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോസ് എന്തെങ്കിലും രീതിയിൽ ഇൻഫർമേഷനിലാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെ ഉദാഹരണത്തിന് ബിയർ അടിക്കുക, മദ്യപിക്കുക, ഇതൊക്കെ ഒരു തെറ്റായിട്ട് കണക്കാക്കുന്ന കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും കാണും. അങ്ങനെയുള്ളവരോട് ഞാൻ സോറി പറയുന്നു. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. അത്യാവശ്യം എല്ലാം കുഴപ്പമില്ല, പക്ഷേ ഒരുപാടായാൽ എല്ലാം പ്രശ്നമാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയായി നിങ്ങളെ വീണ്ടും കാണുന്നിടം വരെ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.